ഇന്ന് ദശകം 98 നിഷ്കള ബ്രഹ്മോപാസനം. സകല ബ്രഹ്മങ്ങളാണ് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായവർ. അവരെക്കുറിച്ച് തന്നെ നമുക്ക് നല്ലവണ്ണം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് നിഷ്കളനായ നിർഗുണനായ ആ ബ്രഹ്മത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുക? ദേവന്മാർ, ഋഷീശ്വരന്മാർ അവരൊക്കെ നല്ല ബുദ്ധിയുള്ളവരാണ്. അവർക്ക് ഈ ഭഗവാന്റെ സ്വരൂപം, യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അവർക്ക് തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പിന്നെ അല്പബുദ്ധികളായ നമ്മളുടെ കാര്യം പറയണോ? ഈ പരബ്രഹ്മത്തിൻ്റെ തത്വം വാക്കുകൾക്ക് അതീതമാണ്. അത് ഞാൻ ഏകദേശം ഒരു സംഗ്രഹിച്ച് പറഞ്ഞിട്ട് ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്ലോകത്തിനുള്ള ഒരു ദോഷം മുഴുവൻ സർവനാമങ്ങളാണ്. അപ്പോൾ ഓരോ സർവനാമവും ഏതിനെക്കുറിച്ചാണ് പറയണമെന്ന് അറിയണം. അതിന് ഭാഗവതവും മറ്റ് ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലേ സാധിക്കും. ഈ പരബ്രഹ്മ തത്വം നമ്മുടെ മനസ്സിനും വാക്കിനും ഒക്കെ അതീതമാണ്. വാക്കുകളെ കൊണ്ട് നമുക്ക് അതിനെ വർണ്ണിക്കാൻ സാധ്യമല്ല. ഏതൊരു വസ്തുവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുവോ ആ വസ്തുവിൻ്റെ ഒരു രൂപം നമ്മുടെ മനസ്സിലാദ്യം വരും. എന്നിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം ആദ്യം മനസ്സ്, പിന്നെ വാക്ക്. ആന എന്ന് ഞാൻ ചിന്തിച്ചാൽ ആനയുടെ രൂപം മനസ്സിൽ വരും. അപ്പോഴാണ് എൻ്റെ വാക്ക് വൈഖരി എന്നാണ് അതിനെ പറയുക. ആ വൈഖരിയായിട്ട് ആന എന്നുള്ളത് പുറത്തേക്ക് വരും. ഹിക്കിട് പിക്കിട് എന്ന് പറഞ്ഞു, ഒന്നും മനസ്സിലാവില്ല. അവിടെ രൂപമില്ല, പുറത്തേക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിൽ, മനസ്സിൽ പ്രതിഫലിച്ച് പിന്നീടത് വാക്കിലൂടെ പുറത്തേക്ക് വരണം. ഈ മനസ്സും വാക്കും രണ്ടും ജഡമാണ്. ഇതൊക്കെ ഈ ജഗത്തിൻ്റെ അംശങ്ങളാണ്. എന്തൊക്കെ ഈ ജഗത്തിലുണ്ടോ ഒക്കെ ജഡമാണ്. അപ്പോൾ നമ്മുടെ ശരീരം ജഡമാണ്. ആ ജഡമായ ശരീരത്തിലുള്ളതായ വാക്കും മനസ്സും ജഡമാണ്. അപ്പോൾ ഈ വാക്കിനെയും മനസ്സിനെയും ശക്തിയുള്ളതാക്കി തീർക്കുന്ന തത്വമാണ് പരബ്രഹ്മം. ചിലപ്പോൾ പരബ്രഹ്മം എന്ന് പറയും, ചിലപ്പോൾ പരമാത്മാവ് എന്ന് പറയും, ചിലപ്പോൾ പരഭഗവാൻ എന്ന് പറയും. ഭാഗവതത്തിന് തുടക്കത്തിൽ തന്നെ അത് പറയുന്നതാണ്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ചിലർ ബ്രഹ്മം എന്ന് പറയും, ചിലവർ പരമാത്മാ എന്ന് പറയും, ചിലവർ ഭഗവാൻ എന്ന് പറയും. പക്ഷേ വസ്തു ഒന്നാണ്. ആ വസ്തു അതുമാത്രമാണ് ചേതനനായിട്ടുള്ളത്, ശക്തിയുള്ളത്. എന്തൊക്കെ ഈ ജഗത്തിലുണ്ടോ ഒക്കെ ശക്തിയില്ലാത്തത്, ജഡമായിട്ടുള്ളത്. അപ്പോൾ ജഡമായിട്ടുള്ള ജഗത്തിനെ പ്രകാശിപ്പിക്കുന്ന തത്വമാണ് പരബ്രഹ്മം. വേദങ്ങളിൽ അത് വ്യക്തമായിട്ട് പല സ്ഥലത്തും വർണ്ണിച്ചിട്ടുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അഗ്നി, ഇതിനൊക്കെ പ്രകാശം നൽകുന്ന തത്വമാണ് ബ്രഹ്മം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ.
ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കൾ ഏതെല്ലാം വിധത്തിൽ പ്രകാശിക്കുന്നുവോ പ്രവർത്തനം ചെയ്യുന്നുവോ അതൊക്കെ ഈ പരബ്രഹ്മത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ആ പരബ്രഹ്മത്തിനെ നമ്മുടെ വാക്കുകൊണ്ട് നമുക്ക് വിവരിക്കാൻ വിസ്തരിക്കാൻ സാധ്യമല്ല. എന്നാലോ തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല. ഈ പ്രപഞ്ചം മുഴുവൻ ആ പരബ്രഹ്മമാകുന്ന ആധാരത്തിൽ ആണ് നിലനിൽക്കുന്നത്. ആധാരം എപ്പോഴും പരബ്രഹ്മം. ആ പരബ്രഹ്മത്തിൽ പലതും ഉണ്ടായി മറയുന്നു. വെളിച്ചമില്ലാത്ത ദിവസം സന്ധ്യാസമയത്ത് നമ്മൾ നടന്നു പോകുമ്പോഴാണ് ആ കയറിൻ്റെ കഷ്ണം അവിടെ കിടക്കണം. കാറ്റിളകി, അപ്പോൾ ഒന്ന് ഇളകി, ഈ കഷ്ണം കയറിൻ്റെ കഷ്ണം ഇളകി, നമ്മൾ ഭയപ്പെട്ടു, പാമ്പാണെന്ന് ഭയപ്പെട്ടു. അവിടെ ഈ പാമ്പിനെ ആ കയറിൻ്റെ കഷ്ണത്തിൽ നമ്മൾ അധ്യസിച്ചു എന്നാണ് പറയുക. അധ്യസിച്ചു, ആരോപിച്ചു, അധ്യാരോപിച്ചു. അധ്യസിച്ചു, ആരോപിച്ചു, അധ്യാരോപിച്ചു. എന്താണ് അധ്യസിക്കുക? മൂന്നിൻ്റെ അർത്ഥം ഒന്നാണ്. പാമ്പിന് എന്ത് ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങൾ ഈ കയറിൻ്റെ കഷ്ണത്തിൽ നമ്മൾ കെട്ടിവെച്ചു, അവിടെ ചുമത്തി എന്ന് പറയില്ലേ, അതാണ്. അപ്പോൾ പാമ്പ് ഇഴഞ്ഞു വരുന്നതാണ്, കടിക്കുന്നതാണ്. ആ ഭയം ഈ കഷ്ണത്തിൽ, കയറിൻ്റെ കഷ്ണത്തിൽ നമ്മൾ അധ്യസിക്കുകയാണ്, ചുമത്തുകയാണ്, ആരോപിക്കുകയാണ്, അധ്യാരോപിക്കുകയാണ്. മൂന്നിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. അതുപോലെ ഈ പരബ്രഹ്മത്തിൽ ഈ ജഗത്തിനെ നമ്മൾ അധ്യസിക്കുന്നു. ഇല്ലാത്ത ജഗത്തിനെ നമ്മൾ അധ്യസിക്കുന്നു. അപ്പം അത്രത്തോളമേ ഈ ജഗത്തിന് യാഥാർത്ഥ്യമുള്ളൂ. യഥാർത്ഥത്തിലുള്ള വസ്തു ബ്രഹ്മം മാത്രം. ആ ബ്രഹ്മത്തിൽ ഈ ജഗത്തിനെ നമ്മൾ അധ്യസിക്കുകയാണ്. അധ്യസിക്കുമ്പോൾ ആ ബ്രഹ്മത്തിനുള്ളതായ ചൈതന്യം ഇത് കിട്ടുന്നു. അങ്ങനെയാണ് നമ്മൾ അപ്പം സംസാരിക്കുന്നത്, കേൾക്കുന്നത് എല്ലാം. എപ്പോൾ ആ വസ്തു പോയോ കഴിഞ്ഞു. എപ്പോഴാണ് ഈ ജഗത്തിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുക? യഥാർത്ഥ വസ്തുവിനെക്കുറിച്ചുള്ളതായ ആ ബോധം വരണം. ധ്യാനത്തിലൂടെ ആ സച്ചിദാനന്ദ വസ്തു, പരബ്രഹ്മ വസ്തു മാത്രമാണ് ഉള്ളത് എന്ന് അറിയുമ്പോൾ മാത്രമേ നമുക്ക് സാധിക്കൂ. എന്നാലും നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല. ഏതുപോലെ മരുഭൂമിയിൽ പോയി നല്ല വെയിൽ, നല്ല ചൂട്, ദാഹമുണ്ട്, വെള്ളം കണ്ടുകൊണ്ടിരിക്കണം അല്ലേ? ആ വെള്ളത്തിൻ്റെ പിന്നാലെ നമ്മൾ അന്വേഷിച്ചു പോകും. അതുപോലെയാണ് നമ്മൾ ഈ ജഗത്തിൽ ചെയ്യുന്നത്. ഇല്ല എന്ന് ബോധ്യമായി, പിന്നാലെ പോയി ആ വെള്ളം ഇല്ലാത്തതാണെന്ന് ബോധ്യമായി ആദ്യത്തെ സ്ഥാനത്ത് വന്ന് നിന്നു, നോക്കുമ്പോൾ വീണ്ടും വെള്ളം എടുത്ത്. ഇതുപോലെയാണ് ഈ ജഗത്ത്. തള്ളിക്കളയാൻ പറ്റില്ല, അംഗീകരിച്ചേ സാധിക്കൂ. അപ്പോൾ എന്താ വേണ്ടത്? ഉള്ളത് പരബ്രഹ്മം മാത്രമാണ്. അതാണ് സച്ചിദാനന്ദ വസ്തു. ആ സച്ചിദാനന്ദ വസ്തുവിൻ്റെ സാമീപ്യം കൊണ്ടാണ് ഈ ജഗത്തിൽ എല്ലാം പ്രവർത്തിക്കുന്നത്. സൂര്യൻ പ്രകാശിക്കുന്നത്, ചന്ദ്രൻ ശിതളിമ തരുന്നത്, അഗ്നി കത്തുന്നത്, എല്ലാം ഒക്കെ വേദങ്ങളിലുള്ള ആ ശ്ലോകങ്ങളെ കൊണ്ട്, മന്ത്രങ്ങളെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ആമുഖത്തോടുകൂടി ഞാൻ ഒന്നാം ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. എന്തിനാണ് ഈ ആമുഖം പറഞ്ഞത്? ഒന്നാം ശ്ലോകം മുഴുവൻ സർവനാമങ്ങളാണ്.
യസ്മിൻ ഏതദ് വിഭാതം, യസ്മിൻ യാതൊന്നിലാണോ ഇത് ശോഭിക്കുന്നത്. ഏത് ഈ യാതൊന്ന്? ബ്രഹ്മം, പരബ്രഹ്മം. അതൊക്കെ നമുക്ക് ഉപനിഷത്ത് പഠനം കൊണ്ട്, ഭാഗവത പഠനം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ യാതൊന്നിൽ ഈ കാണുന്നതായ നാനാത്വ ജഗത്ത് വിഭാതം പ്രകാശിക്കുന്നുവോ. പരബ്രഹ്മത്തിൻ്റെ ആ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ജഗത്തിൽ പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ പരബ്രഹ്മം തന്നെയാണ് ജഗത്തായി വന്നിരിക്കുന്നത്. യാതൊരു പരബ്രഹ്മം ഈ ജഗത്തായി കാണപ്പെടുന്നുവോ. യസ്മിൻ ഏതദ് വിഭാതം, യാതൊന്നിൽ, യാതൊരു പരബ്രഹ്മത്തിൽ ഇത് ഈ ജഗത്ത് വിഭാതം പ്രകാശിക്കുന്നുവോ. യതഹ ഇതമഭവത്, യതഹ യാതൊന്നിൽ നിന്ന്, ഇതം ഇത്, ഈ ഭൂമി, ഈ പ്രപഞ്ചം, അഭവത് ഉണ്ടായോ. ഏതിൽ നിന്നാണ് ഉണ്ടായത്? പരബ്രഹ്മം. ആ പരബ്രഹ്മത്തിൽ നിന്നാണ് ഈ കാണുന്നതായ ജഗത്ത് രൂപം കൊണ്ടത്. പരബ്രഹ്മത്തിൻ്റെ സ്വരൂപം വേറെ, ജഗത്തിൻ്റെ സ്വരൂപം വേറെ. അപ്പോൾ ഈ പരബ്രഹ്മത്തിൽ നിന്ന് ഈ കാണുന്നതായ പ്രപഞ്ചം ഉത്ഭവിക്കുന്നു. അവിടെ ഏതൊരു വസ്തുവും ഉണ്ടാവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് നിമിത്ത കാരണം, മറ്റേത് ഉപാദാന കാരണം. വസ്തു വേണം, ആ വസ്തുവിനെ ആവശ്യത്തിലാക്കാൻ ഒരാൾ വേണം. ഇതാണ്. മരമാകുന്ന വസ്തുവുണ്ട്, അതിന് ആശാരി വേണം, അതിനൊരു മേശയാക്കാൻ. അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ പരബ്രഹ്മമാണ് ഉപാദാന കാരണവും നിമിത്തമായ കാരണമായിട്ടിരിക്കുന്നത്. വസ്തുവും പരമാത്മാവ് തന്നെ, ചെയ്യുന്ന ആളും പരമാത്മാവ് തന്നെ. സ്വർണമുണ്ട്, ആ സ്വർണത്തിനെ പല വിധത്തിലുള്ള ആഭരണങ്ങളാക്കുന്നത് തട്ടാൻ. ഒരേ വസ്തുവായ സ്വർണത്തിനെ അനേകം വിവിധ നാമരൂപങ്ങളിലുള്ള മാലകളാക്കുന്നു. അവിടെ സ്വർണം വേറെ, തട്ടാൻ വേറെ. ഇവിടെ അതല്ല. സ്വർണമാകുന്ന ഉപാദാന കാരണം, അതുപോലെ ജഗത്താകുന്ന ഉപാദാന കാരണം. അവിടെ തട്ടാൻ വേണ്ട, ഉണ്ടാക്കാൻ. ഇവിടെ പരബ്രഹ്മം. അപ്പോൾ പരബ്രഹ്മം തന്നെയാണ് ഉപാദാന കാരണവും നിമിത്ത കാരണം. യേനച ഇതം, യാതൊരുവനാൽ ഇത് ഉണ്ടോ. യാതൊരുവൻ പരബ്രഹ്മം, പരബ്രഹ്മത്താൽ ഇതം ഇത്, ഈ ജഗത്ത്. ഇതിലെന്താണ്? ഇത് ഉണ്ടായി, നിലനിന്ന്, നശിക്കണു. ഒക്കെ ആ പരബ്രഹ്മം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതം ജീവതി ലയതി എന്ന് രണ്ടും ചേർക്കണം. അത് ജീവിക്കുന്നു, ഉണ്ടാകുന്നു, എന്നിട്ടോ കുറച്ചു കാലം നിന്നിട്ട് ലയിക്കുന്നു. എല്ലാം ആ പരബ്രഹ്മത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ ജഗത്തുണ്ടാവില്ല, ഈ ജഗത്തിൽ നാനാത്വ വസ്തുക്കളുണ്ടാവില്ല, കഴിയില്ല. യഹ ഏത്, യാതൊരുവനാണോ ഇത്, ഈ ജഗത്ത്. യാതൊരു പരബ്രഹ്മമാണോ ഈ ജഗത്തായിട്ട് രൂപം കൊണ്ടിരിക്കുന്നത്.
ഏതൊരു സച്ചിദാനന്ദ വസ്തുവിനെക്കുറിച്ച് നമ്മൾ പറയുന്നുവോ അത് മാത്രമാണ് വാസ്തവത്തിലുള്ളത്. ആ വസ്തു തൻ്റെ മായ കൊണ്ട് പലവിധ രൂപങ്ങളെ എടുക്കുന്നു. ആ രൂപങ്ങൾക്ക് നാമങ്ങൾ കൊടുക്കുന്നു. രൂപവും നാമവും നമ്മൾ കൊടുക്കുന്നു, പക്ഷെ വസ്തു ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ കാണുന്നതായ പരബ്രഹ്മം, ഈ ജഗത്ത് ആ പരബ്രഹ്മം തന്നെ മാറിയതാണ്. വേറെ ആയിട്ട് വിചാരിക്കരുത്. പരബ്രഹ്മം തന്നെ ജഗത്തിൻ്റെ രൂപമെടുത്താണ്. യോസ്മാത് ഉത്തീർണ രൂപ യഹ അസ്മാത് ഉത്തീർണ രൂപ യഹ, യാതൊരുവൻ, പരബ്രഹ്മം. അസ്മാത്, ഇതിൽ നിന്ന്, ഈ ജഗത്തിനെയും കടന്നു നിൽക്കുന്ന ആളാണ്. ജഗത്തിൽ പല കാര്യങ്ങൾ നടക്കുന്നു, പല വസ്തുക്കളുണ്ട്. അപ്പോൾ ജഗത്തിന് ഭിന്നമായ സ്വരൂപമാണ്. ആ ഭിന്നമായ ആ സ്വരൂപത്തിനെ കടന്നിട്ട് ഈ പരബ്രഹ്മം നിൽക്കുന്നു. ഭഗവാന്റെ വെറുമൊരു പാദം കൊണ്ട്, ഒരു കാൽഭാഗം കൊണ്ടാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാക്കിയത്. ബാക്കിയുള്ള മുക്കാൽ ഭാഗം സച്ചിദാനന്ദ സ്വരൂപമായി കിടക്കുന്നു. അതാണ് ഉത്തീർണ രൂപ, ജഗത്തിനെയും കടന്ന് ഉള്ളതായ രൂപം. ഖലു സകലമിതം ഭാസിതം യസ്യ ഭാസ, യസ്യ ഭാസ, യാതൊരുവൻ്റെ പ്രകാശം കൊണ്ട്, യാതൊരുവൻ്റെ ശക്തി കൊണ്ട്, ഇതം സർവം ഭാസിതം, ഈ ജഗത്ത് കാണുന്ന മുഴുവൻ പ്രകാശിപ്പിക്കപ്പെട്ടുവോ. പരബ്രഹ്മത്തിൻ്റെ ശക്തി, അതാണ് ചിച്ഛക്തി അല്ലെങ്കിൽ ജ്ഞാനശക്തി എന്ന് പറയും. 3 ശക്തികളാണ് പരബ്രഹ്മത്തിൻ്റെ ശക്തിയായ മായയ്ക്കുള്ളത്. ചിച്ഛക്തി അല്ലെങ്കിൽ ജ്ഞാനശക്തി, ക്രിയാശക്തി, ദ്രവ്യശക്തി, 3 ശക്തികളാണ്. അപ്പോൾ ഈ കാണുന്നതായ ജഗത്ത് മുഴുവൻ ആ പരബ്രഹ്മത്തിൻ്റെ ജ്ഞാനശക്തി കൊണ്ട്, ചിശക്തി കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞില്ല. യഹ വാചാം ദൂരെ ദൂരെ, നമ്മൾ വാക്കുകൊണ്ട് പലതും പറയുന്നു, പക്ഷെ ആ വാക്കുകൾക്കൊക്കെ എത്രയോ ദൂരത്തായിട്ടിരിക്കുന്നതാണ് ഈ പരമാത്മാവ് അല്ലെങ്കിൽ പരബ്രഹ്മം. വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കുന്നവനല്ല, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്നവനല്ല. വാക്കുകൾക്കും മനസ്സിനും പ്രവർത്തിക്കാൻ ശക്തിയെ നൽകുന്ന ചൈതന്യമാണ് പരബ്രഹ്മം. പുനരപി മനസാം യോ വാചാം പുനരപി മനസാം ദൂരെ ദൂരെ, അങ്ങനെ വാക്കുകൾക്കും മനസ്സിനും അപ്പുറത്തായിട്ട്, ദൂരത്തായിട്ട് സച്ചിദാനന്ദ സ്വരൂപനായി ഇരിക്കുന്ന ഈ ഭഗവാനെ യസ്യ ദേവാഹ മുനീന്ദ്രാഹ തത്വരൂപം നോ വിദ്യുഹു, ഈ ഭഗവാന്റെ, ഈ പരബ്രഹ്മത്തിൻ്റെ ശരിയായ രൂപം, തത്വരൂപം, യഥാർത്ഥമായിട്ടുള്ള രൂപം എന്താണ് എന്ന് ദേവാഹ, ദേവന്മാർ, മുനീന്ദ്രാഹ, മുനിശ്രേഷ്ഠന്മാർ, നോ വിദ്യുഹു, അവർക്കറിയില്ല, അവരറിഞ്ഞില്ല. ദേവന്മാരും മുനിശ്രേഷ്ഠന്മാരും കുറച്ചുകൂടി ബുദ്ധിയുള്ളവരാണ് മനുഷ്യന്മാരെക്കാളും.
അവർക്ക് പോലും ഈ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപത്തിനെക്കുറിച്ച് അറിയില്ല. കിമു പുനരപരേ, പുനഃ അപരേ കിമു, പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണമോ? അത് മനുഷ്യർ. പിന്നെയുള്ള അനേകം ജീവജാലങ്ങൾ, 84 ലക്ഷം വിവിധതരം ജീവജാലങ്ങൾ. അതിൽ ഉത്തുംഗശൃംഗത്തിലിരിക്കുന്നത് മനുഷ്യൻ. ആ മനുഷ്യന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആ ആളാണ് ഈ ഗുരുവായൂരിലിരിക്കുന്നത് കൃഷ്ണ. ആ സകല ബ്രഹ്മമായിട്ട് വന്ന് ശ്രീകൃഷ്ണനായി 125 കൊല്ലം ഇരുന്ന് പിന്നെ തൻ്റെ ധാമത്തിലേക്ക് തിരിച്ചുപോയ ആ ശ്രീകൃഷ്ണൻ, ആ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഗുരുഭവനത്തിൽ ഇപ്പോൾ ഗുരുവായൂരപ്പനായിട്ടിരിക്കുന്നത്. കൃഷ്ണ തസ്മൈ നമസ്തേ. അങ്ങനെയുള്ള അങ്ങക്ക് ഞാനിതാ നമസ്കാരം അർപ്പിക്കുന്നു. ബ്രഹ്മത്തിൻ്റെ ശക്തി കൊണ്ടാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കണം. ആ ബ്രഹ്മം മാത്രമാണ് വാസ്തവത്തിലുള്ളത്. നമ്മളെപ്പോഴും പറയാറുള്ളതായ ആ ഉപനിഷത്ത് തത്വം, അതുമാത്രമാണ് ഇവിടെയുള്ളത്. സർവം ഖല്വിദം ബ്രഹ്മ, ഇതം സർവം ബ്രഹ്മ ഖലു. ഈ കാണുന്നതായ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മം തന്നെയാണല്ലോ. നേഹ നാനാസ്തി കിഞ്ചന, നേഹ നാനാസ്തി കിഞ്ചന, ഇഹ നാനാ കിഞ്ചന നാസ്തി. ഇവിടെ പലത് അല്പം പോലുമില്ല. പിന്നെ എന്താണ് വ്യത്യാസം? ബ്രഹ്മസത്യം ജഗന്മിഥ്യ, ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ബ്രഹ്മം മാത്രമാണ് 3 കാലത്തും നിലനിൽക്കുന്നത്. സത്യം, ജഗത്ത് ഇല്ല എന്ന് പറയുന്നില്ല, അത് മിഥ്യയാണ്. അത് ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു. വാസ്തവത്തിൽ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ഉണ്ടായി എന്നുള്ള തോന്നലാണ്, ഭ്രമമാണ്. അതാരാ ഭ്രമം ഉണ്ടാക്കണു? മായ. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. ജീവോ ബ്രഹ്മൈവനാപരഃ. ജീവന്മാരായ നമ്മൾ ഓരോരുത്തരും ആ ബ്രഹ്മം തന്നെ, വേറെ ന അപരഃ, വേറെ ആരുമല്ല. അപ്പോൾ ഉള്ളത് പരബ്രഹ്മം മാത്രം. ജഗത്ത് ആ പരബ്രഹ്മത്തിൻ്റെ ശക്തിയായ മായ ഉണ്ടാക്കി കാണിക്കുന്നതാണ്. ഇല്ലാത്ത ജഗത്തിനെ ആ മായ ഈ പരബ്രഹ്മത്തിൽ അധ്യസിക്കുന്നു. ആ സമയത്താണ് ഈ ജഗത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നത്, പ്രകാശിക്കുന്നത്, ചൂടും വെളിച്ചവും തരുന്നത്, അതുപോലെ നക്ഷത്രാദികൾ പ്രകാശിക്കുന്നു, അഗ്നി കത്തുന്നു, വായു വീശുന്നു. എല്ലാം ആ പരബ്രഹ്മത്തിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ പരബ്രഹ്മം മാത്രമാണ് യഥാർത്ഥ വസ്തു. കാണുന്ന ജഗത്ത് യഥാർത്ഥ വസ്തുവല്ല. പക്ഷേ നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അത് മരുഭൂമിയിലെ കാനൽ ജലം പോലെയാണ്. കാനൽ ജലം ഇല്ല എന്നറിഞ്ഞാലും നമുക്ക് ആ ജലം കണ്ടുകൊണ്ടേയിരിക്കും. അതുപോലെ നമ്മൾ കാണും. ഏത് കാലം വരെ? ഈ തത്വത്തെക്കുറിച്ച് അറിയുന്നത് വരെ. എന്നീ തത്വം അറിഞ്ഞുവോ അന്ന് നമുക്ക് ജഗത്തിനെ തള്ളിക്കളയാൻ സാധിക്കും.
ബ്രഹ്മത്തിനെ എല്ലാം എങ്ങനെ തള്ളിക്കളയുന്നത്? എല്ലാം ബ്രഹ്മമായി കാണുന്നു. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, ആ അവസ്ഥയിലേക്ക് വരണം. അതുവരെ ബ്രഹ്മത്തിൻ്റെ ശക്തിയായിട്ടുള്ള മായ നമ്മളെ അജ്ഞാനം കൊണ്ട് മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അത് മായ ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കണം. രാമായണത്തിൽ അത് വ്യക്തമായിട്ട് ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ട്. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ, മായയാകുന്നതതു നിർണയമതിനാലേ കായസംബന്ധമാവും സംസാരം ഭവിക്കുന്നു. ഈ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഒന്നും ആത്മാവല്ല. ഇതൊക്കെ ജഡമാണ്. ഈ ജഡമായതിനെ ഈ ആത്മാവ് പരബ്രഹ്മമാണ് പ്രകാശിപ്പിക്കുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്, കേൾക്കുന്നതെല്ലാം. പക്ഷേ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ശരീരത്തിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ദേഹമാണ് ഞാൻ എന്ന് വിചാരിക്കുന്നു. ഈ ദേഹമാണ് ആത്മാവ്, ഞാൻ ഈ ശരീരമാണെന്ന് വിചാരിക്കുന്നു. അല്ല, ഈ ശരീരത്തിനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണ് എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കണം. അപ്പോൾ മായ ചെയ്യുന്നതായ ഈ പണി, നമ്മളെ ദുഃഖിപ്പിക്കുന്നതായ പണി, അതുകൊണ്ടാണ് നമുക്ക് ഈ സംസാരം ബുദ്ധിമുട്ടുള്ളതായി തോന്നുന്നത്. കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ശരീരമാണ് നമ്മളിപ്പോൾ ദുഃഖിപ്പിക്കുന്നത്. ശരീരം ജനിച്ചു, ഇപ്പോൾ പല കർമ്മങ്ങൾ ചെയ്യുന്നു, ഇനി ഒടുവിൽ മരിക്കുന്നു. അപ്പോൾ ജനന മരണാദി പ്രക്രിയകൾ എല്ലാം ഈ സംസാരത്തിൽ സംഭവിക്കുന്നുവെന്ന് തോന്നുന്നത് മായമൂലം മാത്രമാണ്. ഈ ശരീരം പോകുന്നതിന് മുമ്പ് ആ പരബ്രഹ്മ തത്വത്തിനെ നമ്മൾ ഓരോരുത്തരും സാക്ഷാത്കരിക്കണം.